വിവിധയിടങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ. ആദ്യം കണ്ണൂരിലേക്കാണ്. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട രാജേഷിനായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കുടുങ്ങിക്കിടന്ന വ്യക്തിയെ രക്ഷപ്പെടുത്തി മറുകരയിൽ എത്തിക്കുന്നതിനിടയിലാണ് രാജേഷ് അപകടത്തിൽപ്പെട്ടത്. കൺമുന്നിൽ നിന്നാണ് ഒഴുക്കിൽപ്പെട്ടതെന്നും കണ്ടു നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും രാജേഷിനൊപ്പം രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്ന മനു റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രളയ സമയത്ത് ഒരുപാട് ആളുകളെ രക്ഷിച്ച ആളാണ് രാജേഷ്. ഇവിടുന്ന് ഒരുപാട് ദൂരത്തുനിന്നും കുറെ ആൾക്കാർ കുടുങ്ങിപ്പോയെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം ഇവിടുന്ന് ഓടി. അപ്പോൾ റാഫ്റ്റെല്ലാം പോട്ടെന്ന് പറഞ്ഞു. ആൾക്കാരെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ഇവിടുന്ന് എല്ലാവരും ഈ നാട്ടുകാർ മൊത്തം ഓടുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളും പോവാണ്. അപ്പോൾ നമ്മുടെ ഒരാളെ രക്ഷിക്കുന്നതാണ് നമ്മുടെ പറയാൻ പറ്റുന്നില്ല. ഞങ്ങളങ്ങനെ പഠിച്ച ടീമാണ്. ഞങ്ങൾ ടീമായിട്ട് പോയി പലരെയും വയ്യാടെന്നവരെ എല്ലാവരെയും ഒരാളെ ഇക്കരെ എത്തിക്കുകയും ചെയ്തു. ബെന്നി എന്ന് പറയുന്ന ബെന്നി എന്നോ എന്താണ് പുള്ളിയുടെ പേര്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എനിക്ക് ഇവിടെ വലിയ പരിചയമില്ല. പുള്ളിയെ ഞങ്ങൾ ഇക്കരെ എത്തിച്ച് അവൻ തിരിച്ച് റോപ്പിൽ കൂടെ വരുമ്പോഴാണ് വെള്ളം കൂടിയും കൈ കടുക്കുന്നു എന്ന് പറഞ്ഞു. അത്രയും ഒരുപാട് സമയം നമുക്ക് റോപ്പിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഏത് മനുഷ്യനായാലും എത്ര എന്ന് പറഞ്ഞാലും തിരിച്ച് ആളെ ഇപ്പരെ. സുഹൃത്തുക്കൾ ഏറെ വേദനയോടുകൂടിയാണ് വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഇപ്പൊ കാണാതായിട്ടുള്ള രാജേഷ്, അദ്ദേഹം പ്രളയകാലത്ത് രക്ഷിച്ചിട്ടുള്ള ബെന്നി നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. രാജേഷ് ഇങ്ങനെ ഒഴുക്കിൽപ്പെടുന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. ബെന്നിച്ചേട്ടൻ, എന്താണ് ബെന്നിച്ചേട്ട സമയത്ത് സംഭവിച്ചത്? ഞാൻ ഒരു 11:30 ഇവിടുന്ന് പോകാൻ വേണ്ടി പോയതല്ല, എന്നാലും അങ്ങ് പോയി. അവിടെ കൃഷിയുണ്ട്. കൃഷി മാത്രമല്ല, മോട്ടറുണ്ട്, എൻ്റെ പണിസാധനങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത്, പിന്നെ ബൈക്ക് മെഷീനും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാവിലെ ഒന്ന് വെള്ളം പോയി. പിന്നൊരു വെള്ളം വരും എന്നുള്ള പ്രതീക്ഷയില്ല. ആ സമയത്ത് ഞാൻ അക്കരെ കയറി ഈ മോട്ടറൊന്നും എടുത്ത് നേരെ വെക്കണം, കട്ടിംഗ് മെഷീനുണ്ട് അതെടുത്ത് ഇക്കരെ കൊണ്ടുവരണം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവിടെ ചെന്ന് അവിടെ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം പെട്ടെന്ന് വെള്ളം വരികയാണ് ചെയ്തത്. അത് നമുക്കവിടെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ അങ്ങനെ ഇത് പുറത്തുള്ള ആളുകൾ അറിയാം. എൻ്റെ കയ്യിൽ അന്നേരം മൊബൈലുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ എൻ്റെ കരുത്തപ്പോൾ ഏകദേശം എൻ്റെ സെൻട്രൽ വെള്ളമായി. അപ്പോൾ ഞാൻ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു. മെമ്പറെ വിളിച്ച് ഞാൻ ഇങ്ങനെ വിവരം പറഞ്ഞു കഴിഞ്ഞ ശേഷം എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പോവുകയും ചെയ്തു. പുറത്തേക്ക് പോയി എൻ്റെ വെള്ളത്തിൽ വീണ് പോയി. ഞാൻ നോക്കാൻ പറ്റില്ല, കാരണം നല്ല ഒഴുക്കായതുകൊണ്ട് പിന്നെ ശ്രദ്ധിച്ചില്ല. നമ്മളെ സംരക്ഷണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മേലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ഡ്രാഫ്റ്റിങ്ങുകാർ അവരെല്ലാവരും കൂടെ വന്നു. അപ്പോൾ എനിക്ക് കയറിട്ട് തന്നു. എനിക്ക് ചെറിയൊരു കയറിട്ട് വരുമ്പോഴത്തേക്കും കയറ് തെങ്ങ് ഇങ്ങനെ കുടുങ്ങിയിട്ട് ഈ വിരൽ മുറിഞ്ഞ് പോകേണ്ടത്. അപ്പോൾ ഏകദേശം അപ്പോൾ ഇതൊന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് ഞാൻ ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവരോട് പറയുന്നുണ്ട് വരണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ കയറെ പിടിച്ച് താഴെ ഒഴുകി വന്നോളാം എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ അറിയത്തില്ല. അവരുടെ എൻ്റെ സംരക്ഷണമായിരിക്കുമല്ലോ അത്. എനിക്കവൻ ഇട്ടിരുന്ന മറ്റേത് തന്നു, ജാക്കറ്റ് തന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങി പോകുന്നു. അവർ 3 പേരുണ്ടായിരുന്നു. അപ്പം ബാക്കി 2 പേരും ഞാനും കൂടി ഇങ്ങി പോകുന്നു. ഇപ്പോൾ തൊട്ട് പറയ പുള്ളിയുണ്ട്. അപ്പം ഞാനിക്കരെ കയറിയ ശേഷമാണ് പുള്ളി ഒഴുക്കിപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ, ബെന്നിയുടെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. ഇപ്പോൾ രാജേഷിന് വേണ്ടി രാജേഷ് രക്ഷിച്ച മനുഷ്യരും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന സുഹൃത്തുക്കളും ഒരു ഒന്നാകെയും കാത്തിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇനിയുള്ള പ്രതീക്ഷ എന്താണ്? റോഷ്നി, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന. കാരണം ഈ രാജേഷിനെ ഒഴുക്കിൽപ്പെട്ട് ഇന്നിപ്പോൾ 2 ദിവസം ആവുകയാണ്. ഈ സമയത്തും രാജേഷിനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എവിടെയാണ് രാജേഷ്? എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു രാജേഷ് ജീവനോടുകൂടി തന്നെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും. അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം 2018-ലെയും 2019-ലെയും ഒക്കെ പ്രളയ സമയത്ത് രാജേഷ് നിരവധിയായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ്. സ്വാഭാവികമായും ആ തരത്തിൽ ഒരു അത്ഭുതം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കുടുംബത്തിനുണ്ട്. കാരണം ഇത്രയും വലിയൊരു കുത്തൊഴുക്കിൽ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒഴുക്ക് സംഭവിച്ച സമയത്തും രാജേഷ് ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളെ
കൂടെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ രാജേഷ് ഒരുപക്ഷെ ഏതെങ്കിലും ഈ പറയുന്ന കാര്യങ്കോട് പുഴയുടെ വലതുവശത്തും ഇടതുവശത്തും, ഒരു വശത്ത് കേരള ഫോറസ്റ്റും മറുവശത്ത് കർണാടക ഫോറസ്റ്റുമാണ്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഒഴുക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ കാടിൻ്റെ എവിടെയെങ്കിലും ഒരു വള്ളിപ്പടർപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തടിയിലോ ഒക്കെ പിടിച്ച് ഈ കാടിൽ എവിടെയെങ്കിലും ഒരുപക്ഷെ ബോധരഹിതനായി കിടക്കുന്നുണ്ടാവാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ പറയുന്ന രാജേഷിനൊപ്പം ഉണ്ടായിരുന്ന രാജേഷിൻ്റെ സുഹൃത്ത്, ഈ രക്ഷാപ്രവർത്തനത്തിലൊപ്പം ഉണ്ടായിരുന്ന മനു എന്ന് പറയുന്ന സുഹൃത്ത് അല്പമെന്നല്ല, അദ്ദേഹത്തിന് വാക്കുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതേ അവസ്ഥ തന്നെയാണ് ഈ രാജേഷ് രക്ഷപ്പെടുത്തിയിട്ടുള്ള ബെന്നി പറയുന്നത്. ഒരു അത്ഭുതം സംഭവിക്കട്ടെ, ഒരുപക്ഷെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടേണ്ടിയിരുന്നില്ല, എൻ്റെ ജീവൻ പോയാലും രാജേഷിന് ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രാജേഷ് ഇപ്പോൾ ഒഴുക്കിൽപ്പെട്ട് കാണാത്ത, അല്ലെങ്കിൽ രാജേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്തായാലും ഒരു നാടൊന്നാകെ തന്നെ പ്രാർത്ഥിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. ആ അത്ഭുതം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും ആ അത്ഭുതം ഉണ്ടാകുമെന്നുള്ള പ്രാർത്ഥനയും ഒക്കെ തന്നെയാണ് ബെന്നിയും മനുവും. അതുപോലെ തന്നെ ഇവരുടെ തിരുവനന്തപുരം സ്വദേശിയാണ്, പെരിങ്ങമല സ്വദേശിയാണ് രാജേഷ്. ഇവിടെ റിവർ റാഫ്റ്റിംഗ്, ഈ പറയുന്ന കാര്യങ്കോട് പുഴയിൽ റിവർ റാഫ്റ്റിംഗ് നടക്കുന്ന പ്രദേശമാണ്. അവിടെ ഈ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി എത്തിയതാണ്. ഇങ്ങനെ വെള്ളം കയറി കുറച്ചാളുകൾ കുടുങ്ങിക്കിടക്കുന്നു വിവരം കിട്ടിയപ്പോൾ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ, അതായത് ഈ റാഫ്റ്റിൻ്റെ ഉപകരണങ്ങൾ പോലും അവിടെ ഉപേക്ഷിച്ചാണ് ഈ രാജേഷ് ഈ സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നത്, അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളോടൊപ്പം പോകുന്നത്. അങ്ങനെ ഈ ബെന്നിച്ചേട്ടന് കുടുങ്ങിക്കിടക്കുന്ന കാര്യം അറിയുന്നു. ആദ്യം ഒരു കയർ മറുവശത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. പക്ഷേ കയർ ഇട്ട് കൊടുത്ത സമയത്ത് ഈ ബെന്നിച്ചേട്ടൻ്റെ കയ്യിൽ ഈ കയർ കുടുങ്ങിപ്പോയി, അതായത് അവിടെ മുറുകിപ്പോയി. പിന്നീട് ഈ കെട്ടഴിക്കാൻ അല്പം സമയമെടുത്തു. ഏകദേശം ബെന്നിച്ചേട്ടൻ പറയുന്നത് ഒരു 3 മിനിറ്റ് സമയം ഈ കെട്ടഴിക്കുന്നതിന് വേണ്ടി എടുത്തു. അതാണ് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അതാണ് ഈ പറയുന്ന രീതിയിൽ ഇത്രയും വലിയൊരു ദുരന്തത്തിന് വഴിവെച്ചത് എന്നുള്ളതാണ് ബെന്നിച്ചേട്ടൻ പറയുന്നത്. ആ സമയത്ത് തന്നെ ഈ രാജേഷിനൊപ്പം 3 പേരും ഈ മറുകരയിലേക്ക് എത്തി ഈ ബെന്നിച്ചേട്ടനെയും കൂട്ടി തിരികെ വരികയാണ്. ആദ്യം ഈ കയറിൻ്റെ ഒരറ്റത്തുണ്ടായിരുന്നത് ബെന്നിച്ചേട്ടനാണ്. അതിന് പിറകിൽ രാജേഷിൻ്റെ 2 സുഹൃത്തുക്കൾ, ഏറ്റവും പുറകിലായാണ് രാജേഷ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ 3 പേരും 4 പേരും കൂടി മറുകരയിലേക്ക് വരുന്നു. മറുകരയിൽ ആദ്യം ബെന്നിച്ചേട്ടൻ കയറുന്നു, പിന്നീട് 2 സുഹൃത്തുക്കൾ ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെയുണ്ട്. അവർ കൂടി ഈ കരയിലേക്ക് കയറുന്നതിനിടയിലാണ് രാജേഷിൻ്റെ കയ്യിൽ നിന്നും ഈ കയറിലുള്ള പിടി വിട്ടുപോകുന്നത്. അങ്ങനെ രാജേഷ് ആ പറയുന്ന ഒഴുക്കിൽ പെടുകയായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഏറെ സങ്കടകരമാണ്. കാരണം ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വയം മറന്നുകൊണ്ട്, അതായത് എത്ര വലിയ കുത്തൊഴുക്കാണെങ്കിലും ഒരാൾക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി താൻ സ്വയം മറന്ന് പ്രവർത്തിക്കുകയും പക്ഷേ അവസാനം അയാളുടെ ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അത് എത്രത്തോളം വേദനാജനകമാണ് എന്ന് ഈ സംഭവത്തിൽ രക്ഷപ്പെട്ട ബെന്നിച്ചേട്ടനും അതുപോലെ തന്നെ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന രാജേഷിനോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ സുഹൃത്തിൻ്റെയും ഒക്കെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. റോഷ്നി. യെസ്, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ദുരന്തമായി മാറാതിരിക്കട്ടെ എന്നുള്ളത് ഈ ഘട്ടത്തിലും ഒരു നാട് ഒന്നാകെയും ആഗ്രഹിക്കുകയാണ്. അവരൊക്കെയും രാജേഷിനായി കാത്തിരിക്കുകയാണ്. നമ്മൾ കേരളം ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്, രക്ഷാപ്രവർത്തനത്തിനായി സ്വന്തം ജീവൻ പോലും അതിനെക്കുറിച്ച് പോലും ആലോചിക്കാതെ അങ്ങ് ഇറങ്ങുന്ന മനുഷ്യരെക്കുറിച്ച്. അവർ രക്ഷപ്പെടുത്തിയ മനുഷ്യരുണ്ടാവും, പക്ഷെ അവരുടെ ജീവൻ അപകടത്തിലായി പോകുന്ന നിമിഷങ്ങളാണ്. ഇപ്പോൾ രാജേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.